സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 8 1 മുതൽ 3 വരെ തിരുവചനങ്ങള്. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദോസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നായും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റ് സ്ത്രീകളും അവർക്ക് ഒപ്പമുണ്ടായിരുന്നു. കർത്താവിനാല് ഏറ്റവും സ്നേഹിക്കപ്പെട്ട എഫാത്തയിലെ ദൈവമക്കളെ, ഇന്ന് സിറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയ്ക്ക് വായിച്ച തിരുവചനം തന്നെയാണ് ഇന്ന് ഇവിടെ അച്ഛനും വായിച്ചത്. നമ്മൾ കുറേ പേരൊക്കെ ഇന്ന് രാവിലെ ദീപബലിയിലൊക്കെ സംബന്ധിച്ച് ഈ വചനം ഒന്ന് കേട്ടതാണ്. നമുക്ക് യേശുവിനെ ഈ കൂട്ടായ്മയിൽ ഒരിക്കൽ കൂടെ കാണാനും കേൾക്കാനും ഈ നിമിഷങ്ങൾ കാരണമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശു അന്ന് ജെറൂസലേമിലും യൂദയായിലും ബെത്ലഹേമിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവിടുന്ന് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് 12 പേരെ തിരഞ്ഞെടുത്തു എന്ന് നമുക്കറിയാം. ഈ 12 പേരെ എടുത്തതൊക്കെ പഴയ നിയമത്തിലെ പല ചിന്തകളും യേശുവിനെ സ്വാധീനിച്ചിരുന്നത് കൊണ്ടാണ് എന്ന് ചില പണ്ഡിതരൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേലിൽ 12 ഗോത്രങ്ങളുണ്ട്. ഈശോ തന്നെ പലപ്പോഴും അതിനെപ്പറ്റി പറയാറുണ്ട്. നിങ്ങൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കാനുള്ളവരാ. പുതിയ ഇസ്രായേലായി തിരഞ്ഞെടുക്കപ്പെടുന്ന നിങ്ങൾ എൻ്റെ ശിഷ്യന്മാര് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിക്കേണ്ടവരാണ് എന്ന്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ കൂടെ അവനെ അനുഗമിച്ചിരുന്നവരിൽ ഒത്തിരി സ്ത്രീകളുണ്ടായിരുന്നു. ഒന്ന്, അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട സ്ത്രീകൾ. പിന്നെ നമ്മൾ കാണുന്ന പേരെടുത്ത് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അത് ആരാണെന്ന് നമുക്കറിയാം. അതിനെപ്പറ്റി ലൂക്കാ സുവിശേഷകൻ കുറിച്ചു വയ്ക്കുന്ന ഇപ്രകാരമാണ്: 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്ന മറിയവും. മറ്റുള്ള സ്ത്രീകളുണ്ട്, അവരുടെ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും ലൂക്കാ സുവിശേഷകൻ ഒരു പെണ്ണിൻ്റെ പേര് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ഈ പേരിന് വലിയൊരു അർത്ഥമുണ്ട്. ഈ പേരുകാരത്തിയെ നമുക്ക് ചില സ്ഥലത്തൊക്കെ കാണാം. ഈ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ മഗ്ദലന മറിയത്തെ യേശു ഉയർത്തു കഴിഞ്ഞപ്പം ആദ്യം യേശുവിനെ ദർശിച്ചവളുടെ കൂട്ടത്തിൽ ഇവളായിരുന്നു ഉണ്ടായിരുന്നത്. അതിരാവിലെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ കടന്നു ചെന്ന് നേരം പരുവരാ വെളുക്കുന്നതിന് മുമ്പ് തന്നെ
അവനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് അവൻ്റെ കല്ലറയിലേക്ക് പോയവളായിരുന്നു മഗ്ദലേന. ഒരു കാലത്ത് നമുക്കറിയാം, രാത്രിയിൽ നിശാസഞ്ചാരം നടത്തി മറ്റുള്ളവരെ വശീകരിക്കാൻ പോയ അവള് ഇന്ന് യേശുക്രിസ്തുവിനെ കാണാൻ വേണ്ടി, പിന്നെ അവൾക്ക് ഭയമില്ല, ആരെന്നെ പറ്റി എന്ത് പറയുമെന്ന് പേടിയില്ല. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ യേശുവിനെ കാണണം, യേശുവിനെ കാണണം, എപ്പോഴും അവനെ കണ്ടുകൊണ്ടിരിക്കണം, യേശുവിൻ്റെ കൂടെ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ അഭിലാഷം എന്താണെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ലോകം മുഴുവൻ തേടി നടന്നാലും അവസാനം ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അഭയം തേടുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ആത്മാവ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുമെന്ന്. ഈ വലിയ യാഥാർത്ഥ്യം ലോകസുഖങ്ങളുടെ പിന്നാലെ പോയ അഗസ്റ്റിനും അതുപോലുള്ള പല വ്യക്തികളും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കും ഈ കൂട്ടായ്മയിലൂടെ നമ്മളും അനുഭവിക്കേണ്ടത് യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവന്റെ ഭാഗമാക്കി മാറ്റാൻ പഠിക്കണം. നമുക്കറിയാം, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അവരൊക്കെ ചിലപ്പോൾ നമ്മളെ ഇട്ടേച്ചു പോയാലും ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ, മരണത്തിൻ്റെ മേല് വിജയം വരിച്ച യേശുവിനെ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ഭയമെന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുക്രിസ്തു എപ്പോഴും തൻ്റെ അടുക്കലേക്ക് വരുന്ന ശിഷ്യന്മാരോടുമൊക്കെ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം: ഭയപ്പെടേണ്ട, 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 പേടിക്കേണ്ട. ഈ പേടിക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ലോകത്തെ നമുക്കറിയാം, ഇന്ന് രോഗത്തെക്കുറിച്ചുള്ള പേടി കൂടിക്കൊണ്ടിരിക്കുക. ശാസ്ത്രമൊക്കെ വളർന്നെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൂടുതൽ കൂടുതൽ പേടിക്ക് അടിപ്പെട്ടിരിക്കുക. എനിക്കെന്ത് രോഗമാക്കി, ഈ രോഗം വന്നിപ്പം മരണം സംഭവിക്കുമോ? പക്ഷേ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന മനുഷ്യരെ, വിശുദ്ധ പൗലോസിനെ നമുക്കറിയാം. പൗലോസ്ലീഹ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വചനമുണ്ട്: ഇനി എന്തു വന്നോട്ടെ, പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ മരണമോ എന്തു വന്നാലും എൻ്റെ കർത്താവായ യേശുവിൽ നിന്ന് എന്നെ വേർതിരിക്കാനായിട്ട് ഒരു ശക്തിക്കും പറ്റത്തില്ല എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ ദൈവസ്നേഹത്തിൻ്റെ വലിയ ശക്തി ഈ കൂട്ടായ്മയിലൂടെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ യേശുവിനെ നമ്മുടെ കൂടെ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സുഹൃത്തും സ്നേഹിതനും, നമ്മുടെ ഏത് പ്രതിസന്ധികളിലും നമ്മളോടൊപ്പം കൂടെ യാത്ര ചെയ്യുന്ന നല്ല തമ്പുരാനെ നമുക്ക് നമ്മുടെ കൂട്ടിന് കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. യേശുവിനെ കൂട്ടിന് ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം, ഞാൻ മറ്റുള്ള പലതും എൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കരുത്. മറ്റു പലതിനെയും നാം യേശുവിനേക്കാൾ ഉപരിയായി സ്നേഹിച്ചാൽ യേശുവിനെ എൻ്റെ ഉള്ളിൽ സ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് തിന്മയുടെ ഏതെങ്കിലും മേഖലകൾ, മഗ്ദലന 7 ദുഷ്ടാത്മാക്കൾ അവളിലുണ്ടായിരുന്നെങ്കിൽ ആ ദുരാത്മാക്കളെ മുഴുവൻ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരേ മന്ത്രം, ഒരേ ധ്യാനം, ഒരേ ചിന്ത: യേശു, യേശു, യേശു. അവൻ എൻ്റെ സർവസ്വവുമായി മാറി. മഗ്ദലനയുടെ സർവസ്വവുമായിട്ട് യേശു മാറി. നമ്മുടെ എല്ലാ ഭയത്തിൻ്റെ മേലും, നമ്മുടെ ജീവന്റെ മേലും, നമ്മുടെ സമ്പത്തിൻ്റെ മേലും, നമ്മുടെ ആരോഗ്യത്തിൻ്റെ മേലും, നമ്മുടെ ഭവനത്തിൻ്റെ മേലും, നമ്മുടെ സ്ഥലത്തിൻ്റെ മേലും, നമുക്കുള്ള ഈ ലോകത്തിൽ ദൈവം കനിഞ്ഞു നൽകിയിട്ട് എല്ലാത്തിൻ്റെ മേലും ദൈവം ആധിപത്യം പുലർത്തുമ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും നീതിയൊക്കെ ഒന്ന് അന്വേഷിക്ക്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടുമെന്ന്. നമുക്ക് ഇന്ന് നമ്മുടെ എല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ ദൈവമക്കളെ, എഫാത്ത കൂട്ടായ്മയിൽ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ജീവിത
യാത്രയിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറ്റേതെങ്കിലും വ്യക്തികൾ, വസ്തുക്കൾ, സാധനങ്ങൾ ഒക്കെ നമ്മളെ കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നശ്വരങ്ങളാണ്. സൃഷ്ടിയേക്കാൾ ഉപരിയായി സൃഷ്ടാവിനെ സ്നേഹിക്കാൻ, നമ്മളെ ഒരിക്കലും തള്ളിക്കളയാൻ ഇഷ്ടപ്പെടാത്ത, തൻ്റെ ഉള്ളംകൈയിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന ആ പൊന്നു തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ആ നല്ല ദൈവത്തിൻ്റെ ജീവിതം എൻ്റെ ജീവിതമാക്കി നമുക്ക് മാറ്റാം. നമുക്ക് പ്രാർത്ഥിക്കാം.